കഷ്ടാനുഭവത്തിൻ്റെ നിറവിലും കർത്താവിൻ്റെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മയിലും നാം ആകുമ്പോൾ ഈ സന്ധ്യയുടെ ചെറിയ ധ്യാനത്തിനായി നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കുന്നത് പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിക്ക് എഴുതുന്ന ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പിക്ക് എഴുതുന്ന ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യങ്ങളിൽ പൗലോസ്ലീഹ പറയുന്നു, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ച് അറിയേണ്ടതിന്. പൗലോസ്ലീഹ ഈ കഷ്ടാനുഭവ ആഴ്ചയുടെ അർത്ഥത്തെപ്പറ്റി, ദൈവത്തിൻ്റെ പീഡാനുഭവ വാരത്തിൽ നാം പങ്കുചേരുന്നൊരു ആവശ്യകതയെപ്പറ്റി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ കഷ്ടാനുഭവത്തിൽ നാം പങ്കുചേരുമ്പോൾ 3 ദൗത്യങ്ങളാണ് നമുക്ക് പൂർത്തീകരിക്കുവാനുള്ളത്. നമ്മിലൂടെ ഓരോ കഷ്ടാനുഭവ ആഴ്ചയിലും പൂർത്തീകരിക്കപ്പെടേണ്ടത് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന 3 ദൗത്യങ്ങളാണ്. ഈ 3 ദൗത്യങ്ങളെ ലഭ്യമായ സമയപരിധിക്കുള്ളിൽ പങ്കുവെച്ച് വാക്കുകൾക്ക് വിരാമം വിടാം. പൗലോസ്ലീഹയുടെ 1-ാമത്തെ ആഗ്രഹം അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. യേശു തമ്പുരാൻ്റെ മരണത്തോടുള്ള അനുരൂപപ്പെടലാണ് കഷ്ടാനുഭവം. അത് പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയുടെ ചിന്താധാരയിൽ, പൗരസ്ത്യ സഭയുടെ ചിന്തകളിൽ ഇത് വളരെ പ്രബലമാണ്. മറ്റ് ഇതര സഭകളൊക്കെ യേശുവിൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ ഓർമ്മ എന്ന തലയിൽ മാത്രം ഇതിനെ കാണുന്നതിനപ്പുറമായി പൗരസ്ത്യ സഭയുടെ പാരമ്പര്യത്തിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെ ചിന്തകൾ കൊണ്ട്, എന്തുകൊണ്ട് കർമ്മങ്ങൾ കൊണ്ട്, എങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് ഈ കഷ്ടാനുഭവത്തോട് അനുരൂപപ്പെടാം എന്നാണ് സഭ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കഷ്ടാനുഭവാഴ്ച കടന്നു വരുമ്പോൾ തന്നെ ദേവാലയത്തിൻ്റെ രൂപം തന്നെ മാറുകയാണ്, ദേവാലയത്തിൻ്റെ ആരാധന ചിത്രം തന്നെ മാറുകയാണ്. ഇവിടെ നമുക്ക് കഷ്ടാനുഭവാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിൻ്റെ കുരിശ് അത് തടി കൊണ്ടുണ്ടാക്കിയ 2 മരക്കഷ്ണങ്ങളല്ല, അല്ലെങ്കിൽ കുരിശ് ഒരു വിഗ്രഹത്തിൻ്റെ സ്ഥാനത്തുമല്ല. ഇവിടെ കഷ്ടാനുഭവാഴ്ചയിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവിനെ തന്നെ ഏകീഭവിക്കുന്ന ഒരു തലങ്ങളിലേക്ക് സ്ലീബ ഉയർത്തപ്പെടുകയാണ്, സ്ലീബ മാറ്റപ്പെടുകയാണ്. അത് പൗലോസ്ലീഹ പറയുക, അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടേണ്ട ഒരു വലിയ നിയോഗവും ദൗത്യവുമാണ് കഷ്ടാനുഭവത്തിൽ നിർവഹിക്കപ്പെടേണ്ടത്. പക്ഷെ കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക എന്നത് നാം ഇവിടെ ധ്യാനിക്കുമ്പോൾ അത് വളരെ ക്ലേശകരമായ ഒരു ദൗത്യമാണ്. തമ്പുരാന്റെ മരണത്തെ ഒന്ന് ധ്യാനിച്ച് കർത്താവിൻ്റെ മരണത്തോടൊന്ന് അനുരൂപപ്പെടുവാൻ തക്കവണ്ണം നാം ഒന്ന് ശ്രമിച്ചേ. എല്ലാവർക്കും അത്ഭുതം പ്രവർത്തിച്ച കർത്താവിനോട് അനുരൂപപ്പെടുവാൻ വളരെ താല്പര്യമാണ്. അത്ഭുതങ്ങൾ ചെയ്ത തമ്പുരാനോട്, വെള്ളം വീഞ്ഞാക്കിയ തമ്പുരാനോടൊക്കെ അനുരൂപപ്പെടാൻ ശ്രമിക്കുമ്പോൾ തമ്പുരാന്റെ കഷ്ടാനുഭവത്തോടൊന്ന് അനുരൂപപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ച് പലപ്പോഴും ഞാൻ ധ്യാനിക്കാറുണ്ട്, യേശു തമ്പുരാൻ കുരിശിൽ എങ്ങനെയാണ് മരിച്ചത്. നമ്മളെല്ലാവരും പറയും, കുരിശിൽ കർത്താവിൻ്റെ മരണത്തിൻ്റെ തീവ്രമായ ഭാവത്തെ നമ്മൾ എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. വ്യാഖ്യാനിക്കുന്നതിന് മെഡിക്കൽ ശാസ്ത്രപരമായി വലിയ കുഴപ്പമില്ല എന്ന ധാരണയിൽ പറയട്ടെ. ഞാൻ പറയും, യേശു തമ്പുരാൻ കുരിശിൽ മരിച്ചത് ഹാർട്ട് അറ്റാക്ക് മൂലമാണ്. അത് വേദവിപരീതമല്ല. അത് പറയാൻ ചില കാരണങ്ങളുണ്ട്. എങ്ങനെയാ ഒരുവനെ കുരിശിക്കപ്പെടുക നമുക്കെല്ലാവർക്കും അറിയാം. കുരിശിൽ 2 കൈകളിലും കാലുകളിലും ആണി തറച്ച് നേരെ കുരിശ് തറക്കുകയാണ്. നേരെ കുരിശ് തറയ്ക്കുമ്പോൾ ബോഡിയുടെ ബാലൻസ് 3 പോയിന്റുകളിൽ മാത്രമാണ്. കൈയിലെ 2 ആണികളിലും കാലിൽ മേലായിരിക്കുന്ന ഒരണിയിലും. ഇങ്ങനെ നേരെ കിടക്കുന്ന കുരിശിന്മേൽ കിടക്കാൻ തൂക്കിയ ക്രൂശിക്കപ്പെടുന്ന തമ്പുരാന്റെ ഈ ശരീരം, അല്ലെങ്കിൽ ക്രൂശിക്കപ്പെട്ടവന്റെ ശരീരം ഈ 3 സ്ഥലങ്ങളിൽ ക്രൂശിക്കപ്പെടുമ്പോൾ അവന്റെ ശരീരത്തിന്റെ പേശികൾ വലിഞ്ഞ മൂലം വികാസിക്കപ്പെടുകയാണ്. അതിശക്തമായ രക്തം ഹാർട്ടിലേക്ക് വന്നു ചേരുകയാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ചങ്കു തകർന്നു തന്നെയാണ് കാൽവറിയിൽ തമ്പുരാൻ മരിക്കപ്പെടുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു വേദവിപരീതമല്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത്രമാത്രം ഹൃദയഭേദകമായ മരണവേദനയുടെ തലങ്ങളിൽ ക്രൂശിൽ ആയിരിക്കുമ്പോൾ ആ മരണത്തോട് ഒന്ന് അനുരൂപപ്പെടുവാൻ തക്കവണ്ണമാണ് ഈ കഷ്ടാനുഭവം എന്ന് നമ്മെ പഠിപ്പിക്കുകയെ. ആ തീവ്രമായ വേദനയോട്, ആ തീവ്രമായ അനുഭവങ്ങളോട്
ഒന്ന് അനുരൂപപ്പെടുവാൻ. ഒന്ന് ധ്യാനിച്ചു നോക്കിയേ, കർത്താവിന്റെ വേദനയുമായി അനുരൂപപ്പെടുമ്പോൾ നമ്മുടെ വേദനകൾക്ക് എന്തു പ്രസക്തിയാവുള്ളത്. നമുക്ക് നമ്മുടെ കാലിലെ ഒരു കുരു, പരു, കരപ്പൻ, പനി എല്ലാം നമുക്ക് വേദനകളാണ്. ആ വേദനകളുടെ പരിഹാരമാണ് നമ്മുടെ ജീവിതത്തിന്റെ വലിയ അന്വേഷണം. പക്ഷെ തമ്പുരാന്റെ കഷ്ടാനുഭവത്തോടൊന്ന് അനുരൂപപ്പെട്ട് കഴിയുമ്പോൾ എത്ര തീവ്രമായ വേദനയുടെ മകുടമാണ് കാൽവറിയിൽ നാം കാണുന്നത്. ആ വേദനയ്ക്ക് ഒരു ഉദാത്തമായ തലമുണ്ടെങ്കിൽ ആ ഉദാത്തമായ തലങ്ങളല്ലേ മൂന്നാണികളിൽ നാം ദർശിക്കപ്പെടുന്നത്. മൂന്നാണികളിൽ തൂങ്ങി നിൽക്കുന്ന ക്രിസ്തുവിൽ വേദനയുടെ ഉദാത്ത മൂർത്തിഭാവങ്ങളെയല്ലേ നാം ദർശിക്കപ്പെടുന്നത്. വേദനയുടെ ഉന്മത്തമായ ഭാവങ്ങളെയല്ലേ നാം കാണുന്നത്. ആ ക്രൂശിനോട്, ആ കാൽവറിയോട്, ആ മരണത്തോട് അനുരൂപപ്പെടേണ്ടതാണ് കഷ്ടാനുഭവത്തിന്റെ വലിയ നിയോഗമെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സമയം ചുരുക്കമാണ്, ചുരുക്കഭാഗത്ത് അവതരിപ്പിക്കപ്പെടണം. എൻ്റെ ആദ്യ ഭാഗം ഞാൻ അവസാനിപ്പിക്കട്ടെ. പൗലോസ്ലീഹ പറയുന്നു, ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ എൻ്റെ ഒന്നാമത്തെ സ്വപ്നം എന്താണ്? യേശുവിൻ്റെ മരണത്തോട് എനിക്കൊന്ന് അനുരൂപപ്പെടണം. പൗലോസ്ലീഹ പറയുന്നു, എൻ്റെ രണ്ടാമത്തെ സ്വപ്നം അവൻ്റെ കഷ്ടാനുഭവങ്ങളോടുള്ള കൂട്ടായ്മ, ദ ഫെലോഷിപ്പ് വിത്ത് ഹിസ് പാഷൻ. ഈ കൂട്ടായ്മ എന്ന പദം ഇന്ന് നമ്മളെല്ലാവരും സന്തോഷത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരവ് എന്ന അർത്ഥത്തിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. പക്ഷെ പൗലോസ്ലീഹ പറയുന്നു, ഐ നീഡ് എ ഫെലോഷിപ്പ്, ഐ വാണ്ട് എ ഫെലോഷിപ്പ്. ഞാനൊരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു, ഞാനൊരു കൂട്ടായ്മയെ പറ്റി പ്രതീക്ഷിക്കുന്നു. ആ കൂട്ടായ്മ എന്തിനോടാണ്? കഷ്ടാനുഭവങ്ങളോടുള്ള കൂട്ടായ്മ. നമ്മൾ ഈ ദേവാലയത്തിൽ ഒന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ഈ കഷ്ടാനുഭവങ്ങളിൽ നമ്മുടെ കൂട്ടായ്മ എന്താണ്? വേദപുസ്തകത്തിൽ ഈ കഷ്ടാനുഭവങ്ങളോടുള്ള പലതരം കൂട്ടായ്മകളെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. അതിൽ ഏറ്റവുമായി നമ്മൾ എപ്പോഴും വ്യാഖ്യാനിക്കപ്പെടുന്നത് കർത്തൃശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദാ അപ്പോസ്തലന്റെ പങ്കാളിത്തമാണ്. യൂദാ അപ്പോസ്തലന്റെ പങ്കാളിത്തം നമ്മൾ ധ്യാനിക്കുവാൻ ശ്രമിക്കുമ്പോൾ യൂദാ അപ്പോസ്തലന്റെ മനസ്സിൽ ഒരു വലിയ ചോദ്യമുണ്ടായിരുന്നു. ശിഷ്യത്വം ത്യാഗത്തിൻ്റെതാണെന്ന് തമ്പുരാൻ പഠിപ്പിച്ചു, ത്യാഗത്തിൻ്റെതാണെന്ന് എപ്പോഴും ഓർമ്മിപ്പിച്ചു. പക്ഷേ യൂദ നമ്മളിൽ ഒരാളായിരുന്നു. യൂദ പറഞ്ഞു, ത്യാഗത്തിന്റെ ശിഷ്യത്വം എനിക്ക് ആവശ്യമില്ല, എനിക്ക് ആവശ്യം നേട്ടത്തിന്റെ ശിഷ്യത്വമാണ്. അങ്ങനെ ഈ നേട്ടത്തിന്റെ ശിഷ്യത്വത്തിന്റെ നൊമ്പരവും പേറി നടന്ന ഒരു യൂദ, ഈ നേട്ടത്തിന്റെ നൊമ്പരം പേറിയ യൂദ, ഈ യൂദയെ ചാക്കിട്ട് പിടിക്കുവാൻ അക്കാലത്തും ഇക്കാലത്തും ആളുകളുണ്ട്. നമുക്കറിയാം, അക്കാലത്ത് വേദപുസ്തക പശ്ചാത്തലത്തിൽ ഒരുക്കപ്പെട്ടിരുന്ന ആളുകൾ ഹന്നാനും കയ്യാപ്പായുമാണ്. അവർക്ക് ഈ നേട്ടത്തെ പറ്റി ആകാംക്ഷഭരിതനായിരുന്ന യൂദയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് അവർ പറഞ്ഞു, യൂദയെ, നിന്റെ മനസ്സിനെ ശമിപ്പിക്കുവാൻ, നിന്റെ മനസ്സിനെ തണുപ്പിക്കുവാൻ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ 30 വെള്ളിക്കാശ് നിനക്ക് തരാം. യൂദ ക്രൂശിങ്കിലേക്കുള്ള യൂദയുടെ പങ്കാളിത്തത്തിന്റെ തുറക്കയാണ്. അല്ലാതെ തന്നെ അരുമനാഥന്റെ ശിഷ്യൻ എന്ന നിലയിൽ അവന് റോളുണ്ടായിരുന്നു കഷ്ടാനുഭവത്തിൽ. പക്ഷെ ആ റോളിൽ നിന്നൊക്കെ അകന്നു മാറി അനാനും കയ്യാപ്പായും വെച്ചു നീട്ടിയ 30 വെള്ളിക്കാശ് കഷ്ടാനുഭവത്തിന്റെ വഴികൾ ഒരുക്കുന്നതിൽ ഒരു വലിയ തലമല്ലേ തുരുക്കി നിർത്തുന്നത്. ഈ 30 വെള്ളിക്കാശ് കിട്ടിയപ്പം യൂദയ്ക്ക് വലിയ സന്തോഷമായി. യൂദ ഒരു മൂളിപ്പാട്ടും പാടി വീട്ടിൽ പോയി. എന്തിനു പോയതാ? ഉറങ്ങാൻ പോയതാ, ഇല്ലേ? പക്ഷെ ആ രാത്രി യൂദയ്ക്ക് ഉറക്കം വന്നോ? ആ രാത്രി യൂദയ്ക്ക് ഉറക്കം വന്നില്ല. യൂദ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, എന്നിട്ടും ഉറക്കം വന്നില്ല. പിറ്റേ ദിവസം രാവിലെ ഈ 30 വെള്ളിക്കാശും എടുത്തുകൊണ്ട് തിരിച്ച് ഹന്നാന്റെയും കയ്യാപ്പാടെയും കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എനിക്ക് വേണ്ട. അപ്പൊ ഹന്നാനും കയ്യാപ്പായും പറഞ്ഞു, ഇത് ഞങ്ങൾക്കും വേണ്ട. ഓർക്കുക, പാപത്തിന്റെ ശമ്പളം കൈപ്പറ്റുക എളുപ്പം, തിരിച്ചു കൊടുക്കുക പ്രയാസം. വലിയ ഓർമ്മപ്പെടുത്തല. പാപത്തിന്റെ ശമ്പളം കൈപ്പറ്റുക എളുപ്പമാ, തിരിച്ചു കൊടുക്കുക പ്രയാസ. ഈ 30 വെള്ളിക്കാശ് കയ്യിലേക്ക് കിട്ടിയപ്പോൾ തന്നെ യൂദയുടെ രൂപവും ഭാവവും മാറുകയല്ലേ? അതാണ് വളരെ പ്രധാനപ്പെട്ട ചിന്ത. യൂദയുടെ രൂപവും ചിന്തയും ഭാവവും ഒക്കെ മാറുന്നുണ്ട്. ഞാൻ പറയും, 3 തരം മാറ്റങ്ങൾ യൂദയിലുണ്ട്. ഒന്ന്, ഞാൻ പറയും, ഇൻ ഹിസ് പ്രസൻസ്, അവന്റെ സാന്നിധ്യത്തിൽ തന്നെ
അവന്റെ സാന്നിധ്യം തന്നെ വളരെ വികലമായ മനോഭാവത്തോടുകൂടി. നിങ്ങളൊന്ന് ആലോചിച്ചേ, യേശു തമ്പുരാൻ സ്ഥാപിച്ച ആദ്യത്തെ കുർബാനയിൽ ആരും പങ്കെടുത്തു? യൂദയും പങ്കെടുത്തു. യേശു തമ്പുരാൻ വാഴ്ത്തി നുറുക്കിയ ആദ്യത്തെ കുർബാന അപ്പ കഷ്ണങ്ങൾ ഒന്ന് ആരുടെ വായിലുമെത്തി? യൂദയുടെ വായിലുമെത്തി. നമുക്കറിയാം ഇത് ജീവന്റെ അപ്പമാണ്. പക്ഷെ കർത്തുമേശയിലേക്ക് യൂദ കടന്നു വരുമ്പോൾ യൂദയുടെ മനസ്സ് പറഞ്ഞത് എന്താ? കർത്തുമേശയിൽ പങ്കെടുക്കുമ്പോൾ what is the feeling of his presence? അവന്റെ സാന്നിധ്യത്തിന് അവന്റെ മനസ്സിലുണ്ടായിരുന്ന വിചാരങ്ങൾ എന്താ? എങ്ങനെയാണ് കർത്താവിനെ ഒന്ന് ഒറ്റുകൊടുക്കുക, കർത്താവിനെ എങ്ങനെയാണെന്ന് ഒറ്റുകൊടുക്കുക എന്ന ചിന്ത പോക്കറ്റിൽ കിടക്കുന്ന 30 വെള്ളിക്കാശിന്റെ സമ്മർദ്ദമല്ലേ? 30 വെള്ളിക്കാശിന്റെ സമ്മർദ്ദം കുർബാനയുടെ മധ്യം നിൽക്കുമ്പോഴും യൂദയോട് ചോദിച്ചു, എങ്ങനെയാ എന്റെ കർത്താവിനെ ഒന്ന് ഒറ്റുകൊടുക്കുക? അതാ ഞാൻ പറഞ്ഞത്, 30 വെള്ളിക്കാശ് സ്വന്തമാക്കിയപ്പോ അവന്റെ സാന്നിധ്യം പോലും ഭീവത്സമാണ്, ഭീകരമാണ്. അതാ ഞാൻ പറഞ്ഞു, അവന്റെ പ്രസൻസ് വലിയ ബുദ്ധിമുട്ടാണ്. 2, ഞാൻ പറയും ഇസ് ആക്ഷൻ, അവന്റെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട ഒരു തലമാണ്. എന്താണ് യൂദ ചെയ്യുന്നത്? 30 വെള്ളിക്കാശ് സ്വന്തമാക്കി യൂദ ഗെത്സമനിയുടെ ഇരുണ്ട വെള്ളത്തിലേക്ക് കടന്നു എന്നിട്ട് യേശു തമ്പുരാനെ കണ്ടിട്ട് ഗുരോ എന്ന് നീട്ടി വിളിക്കുന്നു. സുന്ദരമാണ്. യഹൂദ പാരമ്പര്യത്തിൽ ഗുരു എന്ന് ഒരു ശിഷ്യൻ തന്റെ ഗുരുവിനെ ഏറ്റവും ആദരവോടാണ് വിളിക്കുന്നത്. ഭക്തിയുടെ പാരമ്യതയിലാണ് ഈ ഗുരു എന്ന വാക്ക്, ഉപചാര വാക്ക് ഉണ്ടാകുക. പക്ഷെ ഗെത്സമനയുടെ ഇരുണ്ട വെളിച്ചത്തിൽ യൂദയുടെ നാവിൽ നിന്ന് ഗുരു എന്ന വാക്കുണ്ടായി. പക്ഷേ അതൊരു ഉപചാര വാക്കല്ലായിരുന്നു, അതൊരു ബഹുമാന പുരസ്സരമായ വാക്കല്ലായിരുന്നു, അതൊരു അടയാള വാക്കായിരുന്നു. ആർക്ക്? കാരണം പറയുന്നു, ക്രിസ്തുവും തന്റെ ശിഷ്യന്മാരും തമ്മിൽ വല്ലാത്ത രൂപസാദൃശ്യമുണ്ടായിരുന്നു. ഗെത്സമനയിലെ ഇരുണ്ട വെളിച്ചത്തിൽ കൃത്യമായി ആരെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ട് അവൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഗുരു എന്ന് ആരെ വിളിക്കുന്നുവോ ആയവനാണ് ക്രിസ്തു. ഞാൻ പറഞ്ഞല്ലോ, 30 വെള്ളിക്കാശ് സ്വന്തമാക്കിയപ്പോൾ ഈസ് പ്രസൻസ്, ഈസ് ആക്ഷൻ. മൂന്നാമതായി പറയാം ഈസ് ജസ്റ്റേഴ്സ്. അവന് ജസ്റ്റർ, അതിലും വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത്. ഞാൻ പറയാം, ഗുരു എന്ന് പറഞ്ഞതിന് ശേഷം യൂദ കർത്താവിനെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ചുംബിക്കുന്നു. എത്ര സുന്ദരമാണത്! യഹൂദ പാരമ്പര്യത്തിൽ ഗുരുവിനെ കെട്ടിപ്പിടിച്ച നെറുകയിൽ ഉമ്മ വെക്കുന്നത് ഭക്തിയുടെ, ബഹുമാനത്തിന്റെ, ആദരവിന്റെ പാരമ്യതയാണ്. പക്ഷെ നമ്മുടെ യൂദ ഗുരുവിനെ കെട്ടി നെറുകയിൽ ഉമ്മ വെച്ചത് ആർക്കുള്ള അടയാളവാക്കായിരുന്നു? പടയാളികൾക്കുള്ള അടയാളവാക്ക്. ഇത് ഞാൻ പറയാൻ ശ്രമിച്ചത്, യൂദയ്ക്കൊരു പങ്കാളിത്തം ഉണ്ടായിരുന്നു. യെസ്, ഡെഫിനറ്റ്ലി എ റോൾ ഇൻ ഹിസ് പാഷൻ. പക്ഷെ വാട്ട് ടൈപ്പ് ഓഫ് റോൾ? യേശുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ, അവന്റെ പീഡാനുഭവങ്ങളിൽ പങ്കാളിത്തം നൽകുവാൻ വിളിക്കപ്പെട്ട് അപ്പോസ്തോലിക അധികാരം ചാർത്തി നൽകിയ യൂദ 30 വെള്ളിക്കാശിന് അടിമപ്പെട്ടപ്പോ അവന്റെ, ഞാൻ പറഞ്ഞല്ലോ, അവന്റെ പ്രസൻസ്, അവന്റെ ആക്ഷൻ, അവന്റെ ജസ്റ്റർ, ഇതെല്ലാം വളരെ വികലമായി അവനെ ഒരു മുഴം കയറിലേക്ക് നിൽക്കുന്ന കാഴ്ച വേദപുസ്തകത്തിൽ കണ്ടെത്തുവാൻ കഴിയില്ലേ പ്രിയപ്പെട്ടവരെ? രണ്ടാമതായി മറ്റൊരു ഫെലോഷിപ്പ് എന്ന നിലയിൽ കാണാൻ കഴിയുന്ന പങ്കാളിത്തം, കൊയിനോണിയ. അത് നിർബന്ധിച്ച് ഉള്ള ഒരു പങ്കാളിത്തം. കുറേനക്കാരനായ ശിമോൻ. ഈ കുറേനക്കാരനായ ശിമോൻ വയലിലെ വേല കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന പോക്കിനൊരു ആൾക്കൂട്ടം കണ്ടു. ഈ ആൾക്കൂട്ടം കണ്ടാൽ എത്തി നോക്കുക കുറേനക്കാരന ശിമോന്റെയും നമ്മുടെയും സ്വഭാവമാണ്. അതുകൊണ്ട് കുറേനക്കാരന ശിമോൻ മെല്ലെ ആൾക്കൂട്ടത്തിലേക്ക് എത്തി നോക്കി. ആൾക്കൂട്ടത്തിലേക്ക് എത്തി നോക്കിയപ്പോൾ ശിമോൻ കണ്ട കാഴ്ച മരക്കുരിശും താങ്ങി വരുന്ന ക്രിസ്തുവിനെയാണ്. ചിലര് കൈയടിക്കുന്നു, ചിലര് കരയുന്നു, ചിലര് നിസ്സംഗരായി നോക്കി നിൽക്കുന്നു. അപ്പൊ യൂദയ്ക്ക് തോന്നി, ശിമോന് തോന്നി, വല്ലവനും കുരിശ് ചുമക്കുന്ന കാണാൻ നല്ല രസമാണ്, അല്ലേ? നമ്മുടെ ധാരണയിൽ എൻ്റെ ജീവിതത്തിൽ കുരിശ് എനിക്ക് പ്രയാസമാണെങ്കിലും വല്ലവനും ചുമക്കുന്ന കുരിശ് നമുക്ക് ആനന്ദദായകമാണ്. അതുകൊണ്ട് ഈ കാഴ്ച കണ്ട് രസിച്ചു നിൽക്കുന്ന ശിമോൻ, പക്ഷേ ഒരു പടയാളി തന്റെ ചൂണ്ടുവിരൽ നോക്കി ശിമോനെ വിളിച്ചു. ശിമോനൊന്നും മനസ്സിലായില്ല.
മനസ്സില്ലാ മനസ്സോടുകൂടി ശീമോൻ കുരിശിന്റെ അടുക്കലേക്ക് എത്തി. അവിടെ ചെന്നപ്പം പടയാളി പറഞ്ഞു, കുരിശ് ചുമന്നോളാൻ. അപ്പോഴും ശീമോന്റെ മനസ്സൊരു ചോദ്യമുണ്ടായി, വല്ലവന്റെയും കുരിശ് ഞാനെന്തിനാ ചുമക്കണേ? ഇതൊരു വലിയ ചോദ്യം. പക്ഷേ വളരെ നിർവാഹമില്ല. ചാട്ടാമാറും പേരും നിൽക്കുന്ന പടയാളികളുടെ നിർബന്ധം സഹിക്കുക വയ്യാതെ ഭാരമേറിയ കുരിശ് അസ്വസ്ഥനായ ശീമോന്റെ തലത്തിലേക്ക്, ഭുജത്തിലേക്ക്, അവന്റെ തോളിലേക്ക് വെച്ചു കൊടുത്തു. അല്പം അസ്വസ്ഥനായിരുന്നു തുടക്കത്തിൽ. അങ്ങനെയാ യേശുവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കെടുക്കുമ്പോൾ തുടക്കത്തിൽ അല്പം അസ്വസ്ഥത ഉണ്ടാകുന്നത് നല്ലതാ. അത് കഷ്ടാനുഭവത്തിന് കൂടുതൽ അർത്ഥപൂർണ്ണമായ പങ്കാളിത്തം നമ്മെ സഹായിക്കുന്നതാ. ആകെ അസ്വസ്ഥനായിരുന്ന ശീമോൻ ചുറ്റുപാടും നോക്കി. ജനക്കൂട്ടം, ചിലര് കരയുന്നു, ചിലര് ആർത്തു വിളിക്കുന്നു, ചിലര് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. വല്ലാത്ത ചില മുഖങ്ങൾ. ഒന്നുകൂടെ നോക്കാൻ അവന് കഴിഞ്ഞില്ല. പിന്നെ നോക്കാൻ ബാക്കിയുണ്ടായിരുന്ന പടയാളികൾ, ക്രൂരന്മാർ. യേശുവിന്റെ പച്ചമാംസത്തിലേക്ക് ചാട്ടാവാറ് അഞ്ഞടിച്ചവർ രസിക്കുകയാണ്. ചോരത്തുള്ളികൾ കഷങ്ങളോടൊപ്പം ചിതറിത്തെറിക്കുന്ന കാഴ്ച, മനം മടിപ്പിക്കുന്ന കാഴ്ച. അങ്ങോട്ട് നോക്കുവാൻ ശീമോന് കഴിഞ്ഞില്ല. ശീമോന് പിന്നെ നോക്കുവാൻ ബാക്കി ഉണ്ടായിരുന്നത് കുരിശിന്റെ തലക്ക് നിന്ന ക്രിസ്തുവിലേക്ക്. ശീമോന്റെ നയനങ്ങൾ കർത്താവിന്റെ നയനങ്ങളുമായി കൂട്ടിമുട്ടി. അതിനെപ്പറ്റി ഒരു സന്യാസി പിതാവ് എഴുതുന്നത് ഇങ്ങനെ: ശീമോന്റെ നയനങ്ങൾ കർത്താവിന്റെ നയനങ്ങളുമായി കൂട്ടിമുട്ടിയപ്പോൾ ശീമോൻ അറിഞ്ഞു, തന്റെ ചുമലിലിരുന്ന ഭാരമേറിയ മരക്കുരിശ് ഒരു പഞ്ഞിക്കഷ്ണം പോലെ മാർദ്ദവമുള്ളതായി തീരുന്നത്. ശീമോന്റെ നയനങ്ങൾ കർത്താവിന്റെ നയനങ്ങളുമായി കൂട്ടിമുട്ടിയപ്പോൾ ശീമോൻ അറിഞ്ഞു, തന്റെ കയ്യിലിരുന്ന, തന്റെ ചുമലിലിരുന്ന ഭാരമേറിയ കുരിശ് എന്തായി മാറി? ഒരു പഞ്ഞിക്കെട്ട് പോലെ മാർദ്ദവമായി മാറി. ഇവിടെ ഈ കഷ്ടാനുഭവിച്ചൂടെ ചോദ്യം, ഞാൻ രണ്ടു തരം പങ്കാളിത്തത്തെ പറ്റി പറഞ്ഞു. ഒന്ന് യൂദ, ദ മോട്ടിവേറ്റഡ് ഫെലോഷിപ്പ് എന്ന് ഞാൻ പറയും, ദ മോട്ടിവേറ്റഡ് കൊയിനോണിയ എന്ന് പറയും. വാട്ട് ഈസ് ഹിസ് മോട്ടിവേഷൻ? അവന്റെ മോട്ടിവേഷൻ 30 വെള്ളിക്കാശ. പക്ഷേ ആ 30 വെള്ളിക്കാശിന്റെ മോട്ടിവേഷൻ ക്രൂശിലേക്ക് അവനെത്തി. ആ മോട്ടിവേഷൻ അവനെ നയിച്ചത് എവിടേക്കാണ്? തൂക്കുകയറിലേക്ക്. രണ്ടാമത്തെ പ്രസൻസിനെ ഞാൻ പറയും, the forceful part is koinonia. വെറുതെ പോകാൻ ആഗ്രഹിച്ചിരുന്ന കുറണക്കാരനെ ശീമോനെ വളരെ ബലം പ്രയോഗിച്ച് എവിടേക്ക് കൊണ്ടുവന്നു? കുരിശിലേക്ക്. പക്ഷെ ആ ബലത്തിന്റെ മധ്യത്തിലും, ബലം പ്രയോഗിച്ച് അവൻ കടന്നു വന്നപ്പോഴും he can feel something. അവന് ചിലതൊക്കെ തിരിച്ചറിയാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായി ദ വോളണ്ടിയർ ഫെലോഷിപ്പ്, മൂന്നാമതായി ദ വോളണ്ടിയർ കൊയിനോണിയ, അതും കുരിശിലുണ്ട്. അത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ്. വിജാതീയനായ ശതാധിപൻ അവിടെയുണ്ട്. അതിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ആ വിജാതീയനായ ശതാധിപൻ അവൻ ക്രൂശിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് അവസാന ലോകത്തോട് സാക്ഷിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരുമില്ല എന്നപ്പോ അവൻ പറഞ്ഞു, ഇവൻ സാക്ഷാൽ മസീഹായിരുന്നു. പിന്നെയും വോളണ്ടിയർ കൊയിനോണിയൻ മറ്റു പലരും ഉണ്ട്. തന്റെ കല്ലറ വിട്ടുകൊടുത്ത അരിമത്യക്കാരൻ യോസേപ്പും, അങ്ങനെ മറ്റു പലരും, നിക്കോദിമോസും, അങ്ങനെ വളരെ വോളണ്ടിയറായി ഈ ഫെലോഷിപ്പിലേക്ക്, ഈ കൊയിനോണിയുടെ ഭാഗമായി മാറുന്ന ആളുകൾ നിരവധിയാണ് വേദപുസ്തകത്തിൽ. പോകുമ്പോ യേശുതമ്പുരാന്റെ മുഖം തുടക്കിയവനെ കടന്നു വന്ന സ്ത്രീയും, അങ്ങനെ വേദപുസ്തകത്തിന്റെ തലങ്ങളിൽ വോളണ്ടിയർ കൊയിനോണിയ. രണ്ടാം ഭാഗം അവസാനിക്കുന്ന ഒരു ചോദ്യം ബാക്കിയാണ്. പൗലോസ് പറഞ്ഞു, ഐ നീഡ് എ ഫെലോഷിപ്പ് വിത്ത് ഹിസ് പാഷൻ. പക്ഷേ ഈ ധ്യാനത്തിന്റെ ചോദ്യം, വാട്ട് ടൈപ്പ് ഓഫ് ഫെലോഷിപ്പ്? ഈ കഷ്ടാനുഭവിച്ചിൽ നമ്മൾ എന്തുതരം കൂട്ടായ്മകളെ പറ്റിയുള്ള സ്വപ്നങ്ങളാണ് നെഞ്ചിലേറുന്നത്? 3 ഫെലോഷിപ്പ് ഞാൻ പറഞ്ഞു. ഒന്ന് ദ മോട്ടിവേറ്റഡ് ഫെലോഷിപ്പ്, 2 ദ ഫോഴ്സ്ഫുൾ ഫെലോഷിപ്പ്, ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ വോളണ്ടിയർ ഫെലോഷിപ്പ്. ഇതിൽ ഏത് തരം പങ്കാളിത്തമാണ്? ഏതായാലും നമ്മുടെ പങ്കാളിത്തം നമ്മയും നമ്മുടെ തലമുറയും തൂക്കുകയറിലേക്ക് നയിക്കുവാൻ പാടുള്ളതല്ല. നമ്മയും നമ്മുടെ തലമുറയും ക്രിസ്തുവിന്റെ കാൽവറിയിലേക്ക് നമ്മെ നയിക്കപ്പെടുന്ന ഒരു വലിയ വലിയ പങ്കാളിത്തം എന്റെയും ഞങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകണം. അതിന് ഈ ക്രൂശിന്റെ അനുഭവം, ഈ കഷ്ടാനുഭവത്തിന്റെ അനുഭവം നമ്മെ സജ്ജരാക്കണം. നമ്മുടെ തലമുറയെ ക്രൂശിങ്കിലേക്ക് നയിക്കുന്ന,
ക്രൂശിന്റെ വഴിത്താരകളിലേക്ക് നമ്മുടെ തലമുറയെ നയിക്കുന്ന ഒരു തലം. അതിന് നമ്മെ സഹായിക്കുന്നത് രണ്ടെണ്ണമാണ്. മോട്ടിവേഷൻ. കഷ്ടാനുഭവിച്ചയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻസ് എന്താ? ചിന്തിക്കണം. ഈ കഷ്ടാനുഭവിച്ചയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മോട്ടിവേഷൻ 5-6 കൊമ്പിടുക എന്നത് മാത്രമാണോ? കൊമ്പിട്ടതിന് ശേഷം കഞ്ഞി കുടിക്കുക എന്നത് മാത്രമാണോ? അതിലുപരി വാട്ട് ഈസ് ദ മോട്ടിവേഷൻ? നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ നൽകുന്ന മോട്ടിവേഷൻ എന്താ? നമ്മുടെ തലമുറയെ ചിലപ്പോൾ നമ്മൾ ഫോഴ്സ് ചെയ്തായിരിക്കും കൊണ്ടുവരിക. ഓക്കെ, ഫോഴ്സ് ചെയ്ത് കൊണ്ടുവന്നാൽ പോലും അവനെ കുരിശിങ്കിലേക്ക് നയിക്കുവാൻ അവൻ ദൈവത്തിന്റെ തേജസ്സും ചൈതന്യവും തിരിച്ചറിയുന്നുണ്ടോ എന്നത് ഇവിടെ വളരെ പ്രസക്തമാണ്. 2 ഭാഗങ്ങൾ അവസാനിക്കട്ടെ. ഈ കഷ്ടാനുഭവാഴ്ചയിലെ പൗലോസിന്റെ 3 സ്വപ്നങ്ങളാണ് പങ്കുവെച്ച് തുടങ്ങിയത്. ഒന്ന് പറഞ്ഞു, അവന്റെ മരണത്തോട് അനുരൂപപ്പെടുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. രണ്ടാമതായിട്ട് പറഞ്ഞു, അവന്റെ കഷ്ടാനുഭവങ്ങളോട് കൂട്ടായ്മ ആചരിക്കുവാൻ എനിക്ക് ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാമതായി പൗലോസ് പറയുന്നു, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി, ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി തിരിച്ചറിയണം. എന്താ പ്രിയപ്പെട്ടവരെ, വാട്ട് ഈസ് ദ പവർ ഓഫ് റിസറക്ഷൻ? പുനരുദ്ധാനത്തിന്റെ ശക്തി എന്താ? ചിന്തിക്കേണ്ട വലിയ വിഷയമാണ്. വേദപുസ്തകം വളരെ സുന്ദരങ്ങളായ ദൃശ്യങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്, സുന്ദരങ്ങളായ ആശയങ്ങളെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ കഷ്ടാനുഭവത്തിന് ശേഷം ഒന്നും ചെയ്യാനില്ല എന്ന് പരിദേവപ്പെട്ട് ഒരു മുറിയുടെ ഉള്ളിലേക്ക്, ഏകാന്തതയിലേക്ക് ഉൾവലിഞ്ഞ ശിഷ്യന്മാരുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പുറത്തിറങ്ങിയാൽ തല പോകും. ഭീതിയുടെ, ആശങ്കകളുടെ തലങ്ങളിൽ അവരെവിടേക്ക് ഉൾവലിഞ്ഞു? ഒരു മുറിക്കുള്ളിലേക്ക് ഉൾവലിഞ്ഞു, ഒന്നും ചെയ്യാനില്ല എന്ന ചിന്തയുമായി. പക്ഷേ ഈ മുറിയുടെ നടുവിലേക്ക് ആര് കടന്നു വന്നു? ക്രിസ്തു. എന്നിട്ട് ക്രിസ്തു പറഞ്ഞു, മക്കളെ, നിങ്ങൾക്ക് ഒത്തിരി ചെയ്യാനുണ്ടെന്ന്. എത്ര സുന്ദരമാണത്! ഒന്നും ചെയ്യാനില്ല എന്ന് ധരിച്ച് ഒരു മുറിക്കുള്ളിലായിരുന്ന ശിഷ്യന്മാരോട് പറഞ്ഞു, യഹൂദയിലും യെരൂശലേമിലും ശമര്യയിലും പിന്നെ ഭൂമിയുടെ അറ്റങ്ങളോളം പോയി എന്റെ സാക്ഷികളാകണം. That is the power of resurrection that widen our horizon. നമ്മുടെ പ്രതീക്ഷയുടെ ചക്രവാളങ്ങളെ വികസിപ്പിക്കുന്നതാണ് പുനരുദ്ധാനം. സുന്ദരമാണ് ഈ ദൃശ്യം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ നിറംകെട്ട പ്രതീക്ഷകൾ ഇത്തരം ഏകാന്തതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടാവാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളുടെ നിറംകെട്ട അനുഭവങ്ങൾ ചില ഏകാന്തതയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നതുമുണ്ടാകാം. ജീവിതത്തിന്റെ വിവിധ സമ്മർദ്ദങ്ങളും പ്രാരാബ്ദങ്ങളും ഏകാന്തതയിലേക്ക് ഉൾവലിയുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നുമുണ്ടാകാം. ബട്ട് ഇന്ന് ഈ സന്ധ്യ നമ്മെ ഓർപ്പിക്കുന്നു, ഉദ്ധിതനായ ക്രിസ്തു നിന്റെ നിറംകെട്ട പ്രതീക്ഷകളെ ശോഭയുള്ളതാക്കി മാറ്റുന്നു. ഒന്നും ചെയ്യാനില്ല എന്നുള്ളതിന്റെ അലസത മനോഭാവങ്ങൾക്ക് കൂടുതൽ ആവേശവും ശക്തിയും നിയോഗവും ഒക്കെ ചലനാത്മകതയും ഒക്കെ നൽകുവാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമതായി എന്താ പവർ ഓഫ് റിസറക്ഷൻ? അത് അതിനേക്കാൾ വളരെ സുന്ദരമല്ലേ? യേശുവിന്റെ മരണം കണ്ട് യേശു തമ്പുരാന്റെ ശിഷ്യന്മാർ നാലുപാടും ചിതറിയോടി. അതല്ലേ കഷ്ടാനുഭവിച്ച് ചോദിച്ചു, ലാബി നീ എങ്ങോട്ട് പോയി? ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നാലുപാടും ചിതറിയോടി. ആ ചിതറിയോട്ടത്തിൽ മാനുഷികപരമായി കൗതുകമൊന്നുമില്ല. എന്തില്ല? മാനുഷികമായി സ്വന്തം ജീവൻ അപകടത്തിലാകുന്നു കാണുമ്പം ഒരു ശിഷ്യൻ പ്രയാണം ചെയ്ത അവന്റെ മനുഷ്യത്വത്തിന്റെ ഭാവനകൾ നിന്നുകൊണ്ട് അവനെ കുറ്റം വിധിക്കുവാൻ നമുക്ക് കഴിയില്ലല്ലോ. പക്ഷെ അത്ഭുതം അതല്ല, ക്രിസ്തുവിന്റെ മരണം കണ്ട് നാലുപാടും ചിതറിയോടിയവർ പിൻകാലത്ത് സ്വന്തം കുരിശ് കണ്ടിട്ട് ഓടിയോ? ക്രിസ്തുവിന്റെ കുരിശ് കണ്ട് പേടിച്ചോടിയവർ പിൻകാലത്ത് സ്വന്തം കുരിശ് കണ്ട് എന്ത് ചെയ്തില്ല? പേടിച്ചോടിയില്ല. ഞാൻ വിശ്വസിക്കുന്നു, ദാറ്റ് ഈസ് ദ പവർ ഓഫ് റിസറക്ഷൻ. അത് പുനരുദ്ധാനത്തിന്റെ ശക്തിയും തേജസ്സും കൃപകളും അനുഗ്രഹങ്ങളുമാണ്. ഞാൻ എൻ്റെ ചിന്തകളെ ഇവിടെ ക്രോഡീകരിക്കുക. എനിക്ക് തന്ന സമയം അത് പൂർത്തീകരിച്ചു എന്നാണ് എൻ്റെ ഒരു ബോധ്യം. അതുകൊണ്ട് ചുരുങ്ങിയ ചിന്തകളെ ക്രോഡീകരിക്കുക. ഞാൻ പറഞ്ഞത്, ഈ കഷ്ടാനുഭവ ആഴ്ചയെ ധ്യാനിക്കുമ്പോൾ പൗലോസ്ലീഹയുടെ 3 സ്വപ്നങ്ങൾ നമ്മുടെ മനസ്സിനെ ഒന്ന് സ്വാധീനിക്കട്ടെ. പൗലോസ്ലീഹയുടെ ഒന്നാമത്തെ സ്വപ്നം, എനിക്ക് കർത്താവിന്റെ മരണത്തോട് അനുരൂപപ്പെടണം. രണ്ടാമത്തെ സ്വപ്നം,
അവൻ്റെ കഷ്ടാനുഭവങ്ങളുള്ള കൂട്ടായ്മ ആചരിക്കണം. മൂന്നാമത്തെ സ്വപ്നം, അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തിയും ചൈതന്യവും തിരിച്ചറിയണം. അങ്ങനെ യഥാർത്ഥമായി ഈ കഷ്ടാനുഭവത്തിൽ അതിനാൽ തൻ്റെ ആത്മത്തിന് രക്ഷയുണ്ടായി എന്ന സ്ലീബായെ നിന്നെ ഞങ്ങൾ കുമ്പിടുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ, അവൻ വാസ്തവമായി ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന വിശ്വാസ പ്രഖ്യാപനം നിശ്ചയദാർഢ്യത്തോടെ, ആത്മധൈര്യത്തോടെ, വീര്യത്തോടെ, പ്രത്യാശയോടെ ഈ തലമുറയോടും ഈ സമൂഹത്തോടും പ്രഖ്യാപിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസരത്തിനായി പരിമല സെമിനാരി മാനേജരോടും അസിസ്റ്റന്റ് വികാരി റമ്പാച്ചനോടും പേർപ്പെട്ടവരോടുള്ള നന്ദി, സ്നേഹവും കടപ്പാടും അറിയിച്ച ചിന്തകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.